ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ കേട്ടോ. അപ്പോൾ ഇന്ന് നമ്മൾ എടുത്തിരിക്കുന്നത് ഓൾ ന്യൂ ഹുണ്ടായി വെന്യൂവിനെ കുറിച്ച് കേട്ടോ. ലോഞ്ച് ചെയ്യാൻ പോകുന്ന വൈഡർ ആയിട്ടുണ്ട്, ബിഗർ ആയിട്ടുണ്ട്, ബോക്സിയർ ആയിട്ടുണ്ട്, ഷേപ്പും കാര്യങ്ങളൊക്കെ മാറിയിട്ടുണ്ട്. അതൊരു സ്റ്റണ്ണിങ് ലുക്ക് ആയിട്ടുണ്ടെന്ന് വേണമെങ്കിൽ പറയാം കേട്ടോ. പിന്നെ അതിൻ്റെ ഫുൾ LED കാര്യങ്ങളും ടെയിലൈറ്റും കാര്യങ്ങളൊക്കെ അടിപൊളിയായിട്ടുണ്ട്. അപ്പോൾ ഇന്റീരിയറിലേക്ക് വരികയാണെങ്കിൽ നമുക്ക് കിട്ടാൻ പോകുന്നത് ഡുവൽ ആയിട്ടുള്ള 12.3 ഇഞ്ച് കർവ്ഡ് ഡിസ്പ്ലേ കാര്യങ്ങളൊക്കെയാണ് കേട്ടോ കൊടുത്തിട്ട്. ഇൻസ്ട്രുമെന്റ് ക്ലസ്റ്ററും ടച്ച് സ്ക്രീനും കൂടിയാണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ ക്യാബിനിൽ ഫുള്ളും മെറ്റീരിയൽ കാര്യങ്ങളൊക്കെ അപ്ഗ്രേഡ് ചെയ്തിട്ടുണ്ട്. കാണാൻ നല്ല രസമുണ്ട് കേട്ടോ. പിന്നെ ആംബിയൻ ലൈറ്റിങ്ങും കാര്യങ്ങളൊക്കെ നല്ല അടിപൊളിയായിട്ടുണ്ട്. പിന്നെ ഫ്രണ്ടിലെ സീറ്റ് 4-വേ അഡ്ജസ്റ്റബിൾ ആണ് കേട്ടോ. അതായത് നമുക്ക് ഇലക്ട്രോണിക്കലി അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. ബാക്കിലെ സീറ്റ് 2-സ്റ്റെപ്പ് റിക്ലൈനും ഫംഗ്ഷനാലിറ്റിയും കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിൽ എക്സ്പെക്റ്റഡ് ആയിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞാൽ ലെവൽ 2 ADAS എക്സ്പെക്ട് ചെയ്യുന്നുണ്ട് കേട്ടോ നമ്മൾ. അതേപോലെ 360 ക്യാമറ, 6 എയർ ബാഗ്, പിന്നെ വരികയാണ് കണക്റ്റഡ് കാർ ടെക്നോ ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. 1.2 NA പെട്രോളും അതേപോലെ 1 ലിറ്റർ ടർബോ പെട്രോൾ എഞ്ചിനും 1.5 ഡീസൽ എഞ്ചിനുമാണ് ഇതിൽ മെയിനായിട്ട് കൊടുത്തിരിക്കുന്നത്. ട്രാൻസ്മിഷൻ കാര്യത്തിലേക്ക് വരികയാണെങ്കിൽ മാനുവലും IMTയും അതേപോലെ DCTയും ആയിരിക്കും ഉണ്ടാവും. പിന്നെ ഒരു വേണം ചിലപ്പോൾ ഡീസലിൽ AT ഓപ്ഷനും കിട്ടാൻ ചാൻസ് ഉണ്ട്. അപ്പം പ്ലാറ്റ്ഫോമിലേക്ക് കുറിച്ച് വരികയാണെങ്കിൽ നമ്മൾ ആദ്യം യൂസ് ചെയ്ത സെയിം പ്ലാറ്റ്ഫോമും കാര്യങ്ങളൊക്കെയാണ് യൂസ് ചെയ്യുന്നത്. നമ്മുടെ സെൽറ്റോസിലും സോണറ്റിലും അതേപോലെ ക്രെറ്റയിലും യൂസ് ചെയ്യുന്ന പ്ലാറ്റ്ഫോം തന്നെയാണ് ഇതിലേക്ക് യൂസ് ചെയ്തിരിക്കുന്നത്. K2 പ്ലാറ്റ്ഫോം എന്നാണ് നമ്മൾ സാധാരണ കോഡ് നെയിമും കാര്യങ്ങളൊക്കെ പറയാറ്. അപ്പോൾ ഇതിലേക്ക് വരികയാണെങ്കിൽ എന്താണ് ചേഞ്ചസ് എന്ന് പറഞ്ഞാൽ വിഡ്ത്ത് കുറച്ച് ചേഞ്ച് ആയിട്ടുണ്ട്. അതായത് കുറച്ചുകൂടി ഇൻക്രീസ് ആയിട്ടുണ്ട്. ഹൈറ്റും ഒരു ചെറിയ ഇൻക്രീസ് ആയിട്ടുണ്ട്. വീൽ ബേസ് അറൌണ്ട് 20 ഇൻക്രീസ് ആയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ബാക്കിലെ സീറ്റിംഗ് കപ്പാസിറ്റി കുറച്ചുകൂടി ഒരു എന്താ പറയുക കുറച്ചുകൂടി കൂടും. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഇരിക്കാനും കംഫർട്ടബിളി ഇരുന്ന് ജേർണി ചെയ്യാൻ നല്ല സുഖമായിരിക്കും കേട്ടോ. പിന്നെ എന്താണ് ഇതിലേക്ക് മെയിൻ ആയിട്ടുള്ള ചേഞ്ചസ് എന്ന് പറഞ്ഞാൽ കാര്യമായിട്ടുള്ള ചേഞ്ചസ് ഡിസൈനും ടെക്കും ടെക്നോളജി കാര്യങ്ങളും സ്ലൈറ്റ്ലി ഇമ്പ്രൂവ് ആയിട്ടുണ്ടെന്ന് വേണമെങ്കിൽ പറയാം കേട്ടോ. അങ്ങനത്തെ കാര്യങ്ങളാണ് ഇതിലായിട്ട് മെയിൻ ആയിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ ഈ വെഹിക്കിൾ ബുക്ക് ചെയ്യാൻ റെഡി ആണെങ്കിൽ ജസ്റ്റ് കമൻറ്റ് ചെയ്യൂ കേട്ടോ. അപ്പോൾ ഗൈസ് ഇത് ബുക്കിങ്ങും കാര്യങ്ങളും സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ 25,000 rupees കൊടുത്തിട്ട് ഇത് ബുക്ക് ചെയ്യാവുന്നതാണ് കേട്ടോ. ആഫ്റ്റർ ലോഞ്ചിന് ശേഷം ബുക്ക് ചെയ്യാം. ഇപ്പം തന്നെ ബുക്കിംഗ് വിൻഡോ ഓപ്പൺ ആയിട്ടുണ്ടെന്നാണ് എൻ്റെ ഒരു അണ്ടർസ്റ്റാൻഡിങ് ഉള്ളത്. അപ്പോൾ നിങ്ങൾക്ക് അത് ബുക്ക് ചെയ്യാവുന്നതാണ്. പിന്നെ പറയുകയാണെങ്കിൽ ഇപ്പം ഡെലിവറിയും കാര്യങ്ങളൊക്കെ ഒരു പക്ഷേ ഡിസംബറിലേക്കൊക്കെ എത്താൻ ചാൻസ് ഉണ്ട്. അപ്പം നിങ്ങൾക്ക് പെട്ടെന്ന് ധൃതി ഇല്ലെങ്കിൽ ബെസ്റ്റായിട്ട് കൺസിഡർ ചെയ്യാൻ പറ്റിയ ഒരു വെഹിക്കിൾ ആയിരിക്കും കേട്ടോ ഇത്. അപ്പോൾ എല്ലാ ലക്ഷറി ഫീച്ചേഴ്സൊക്കെ അടങ്ങിയിട്ടുള്ളത് ഒരു 14 lakhs നിങ്ങൾക്ക് ഇറക്കാൻ പറ്റും. ഏകദേശം എല്ലാ ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുള്ള എഡാസ് കിട്ടുമെന്ന് അറിയില്ല, ബട്ട് എല്ലാ കാര്യങ്ങളൊക്കെ ഉള്ളത് ഒരു 14-15 lakhs നിങ്ങൾക്ക് ഇറക്കാൻ പറ്റുന്ന ഒരു മോഡലായിട്ട് ഇത് കൺസിഡർ ചെയ്യാം കേട്ടോ. ബെസ്റ്റ് വാല്യൂ ഫോർ മണി ഒരു കാര്യമായിരിക്കും കേട്ടോ ഇത് വരിക. ഇതിൻ്റെ കളറും ഫീച്ചേഴ്സും ഏതൊക്കെ വേരിയൻസ് ഉണ്ടെന്നുള്ളത് ഞാൻ ഇവിടെ കൊടുത്തേക്കാം കേട്ടോ. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്. ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.